അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ഇന്ന് ദോശ ചൂടുന്നത് നമ്മളെ ഇൻഡസ് വാലിയിൽ നിന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ച് തന്നിട്ടുണ്ടായിന് ആ ഒരു പാനിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റാണ് ഈ ഒരു പാനിൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ദോശ ചുട്ടെടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ചട്ടിയിൽ നിന്ന് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ദോശ ചുടുമ്പോൾ ഞാൻ ദോശയ്ക്ക് ഇതായി ഒരു ഷഫ്നീസിൻ്റെ ദോശപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടേന്. അപ്പോൾ അതിൽ ഇതേപോലെ ദോശപ്പൊടി ഉണ്ട്, ഇറച്ചി മസാല ഉണ്ട്, രസപ്പൊടി ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റുകളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഈ ദോശപ്പൊടി ട്രൈ ചെയ്തിട്ടില്ലേനും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, ഒന്ന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചട്ടിക്ക് മാവൊക്കെ ഒഴിച്ച് പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ടേനി. എന്നിട്ട് അതിൻ്റെ മേലേക്കാണ് കേട്ടോ ആ ദോശപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടേനി, നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലല്ലേ നമ്മൾ ദോശ ചുട്ടത്, അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ നമ്മൾ ദോശ. അങ്ങനെ ദോശയൊക്കെ ചുട്ട് പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടേന്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ബൗൾക്ക് ഇതാ നമ്മളെ ഷഫ്നീസിൻ്റെ കുറച്ച് ദോശ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടോ. അപ്പോൾ ദോശ ഒന്ന് കുറച്ചധികം തന്നെ ചുട്ടിട്ടുണ്ട്. നാത്തൂനൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ. പിന്നെ നോമ്പായാൽ പിന്നെ ദോശ നമ്മൾ അങ്ങനെ ഉണ്ടാക്കില്ലല്ലോ, ഉഴുന്ന് ദോശ ഇവിടെ അധികം ഉണ്ടാക്കലില്ല കേട്ടോ. കുട്ടികൾക്കൊന്നും നോമ്പ് തുറക്കുന്ന സമയത്തൊന്നും ഇതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഉഴുന്ന് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇനി നോമ്പാകുമ്പോഴത്തേന് ദോശയൊക്കെ ചുട്ട് ഉഴുന്നൊക്കെ കഴിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ഷഫ്നീസിൻ്റെ കറി പൗഡേഴ്സ് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഞാൻ അവരുടെ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഒക്കെ നല്ല നല്ല പ്രൊഡക്റ്റുകളാണ്. ദോശ പൗഡർ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തതാണല്ലോ. രസപ്പൊടി, സാമ്പാർ പൊടി, അതേപോലെ ഇറച്ചി മസാല, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ദോശ ചുട്ട പാനിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ ചായ കുടിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മല്ലി വറുത്തിട്ടോ. മല്ലി വറുത്ത വീഡിയോ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിന്. നമ്മൾ മല്ലി വറുത്തപ്പോൾ സ്പെഷ്യലായിട്ടുള്ള 2-3 ഇൻഗ്രീഡിയൻസ് ചേർത്തില്ലേ, അങ്ങനെ മല്ലി വറുത്ത നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളെ കോൺടാക്റ്റ് നമ്പറൊക്കെ അറിയുന്ന ആൾക്കാർ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടേന്. വലിയ ജീരകവും അതേപോലെ കുരുമുളക്, പിന്നെന്താ നമ്മൾ ചേർത്തത്, മഞ്ഞൾ, കറിവേപ്പിൻ്റെ അതൊക്കെയല്ലേ നമ്മൾ ചേർത്തത്. അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമോ ഈ മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേന്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇറച്ചിക്കറിയും മീൻ കറിയും അതേപോലെ ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കുക, എന്ത് കറി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗരം മസാല, നമ്മൾ ഈ ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ളതൊക്കെ മല്ലി വറുക്കുമ്പോൾ ചേർത്ത് കഴിഞ്ഞാലാണ് മീൻ കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരിക. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഏലക്കായും ഗ്രാമ്പൂവും പട്ടയൊന്നും അതിൽ ചേർക്കാഞ്ഞത്. അത് നമ്മൾ ഇറച്ചിക്കറി മാത്രം ഉണ്ടാക്കാനേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒക്കെ ചേർത്താണ്ട് മല്ലി വറുത്ത് പൊടിച്ച് വെച്ചാൽ. പിന്നെ അതേപോലെ തന്നെ ചില കൂട്ടുകാർ പറഞ്ഞിനി നിങ്ങളെന്താ ഉലുവ ചേർക്കാത്തതെന്ന് ചോദിച്ചിനി. ഉലുവ ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി പുതിയതായിട്ട് മല്ലി വറുക്കണമെന്നുണ്ടെങ്കിൽ ഉലുവയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തോളണ്ടി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉലുവ ചേർത്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് മീൻ കറിക്കും പറ്റും, അതേപോലെ ഇറച്ചിക്കറിക്കും ചിക്കൻ കറിക്കും ഒക്കെ ഉലുവ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നമുക്ക് മല്ലി വറുക്കുമ്പം ഉലുവയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ മല്ലിയൊക്കെ വറുത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി സാധാ ഉണ്ടാക്കുന്ന ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ അത് അടുപ്പത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ മേലെ 2-3 ആൾക്കാർ. അപ്പോൾ നാത്തൂൻ രാവിലെ ഡ്രൈവിംഗ് സ്കൂൾക്ക് പോയിട്ടുണ്ട്. പിന്നെ അതിന് മോൾക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്ട് കുറുക്ക് ഉണ്ടാക്കിയാണ്ട് നമ്മൾ ചിഞ്ചുമോളെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മായി ഉണ്ടാക്കട്ടോ അയിനോ എവിടെ അയിനൂഷ്. അപ്പം ഇനി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൾക്ക് ഫുഡ് കൊടുക്കണം. ചിഞ്ചുമോൾ കൊടുത്തിട്ട് കഴിക്കണില്ല എന്നാണ് പറയുന്നത്. ചെറിയ കുട്ടിയല്ലേ, പാൽ കുടിക്കുന്ന കുട്ടികളാകുമ്പോൾ ഈ ചൂടും കൂടെ ആകുമ്പോഴേ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ അത് നമ്മളെ ചിക്കൻ കറിക്ക് ഞാൻ ഈ ഷെഫ്നീസിൻ്റെ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇത് ചേർത്ത് കൊടുത്താൽ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് റിവ്യൂവിൽ പറയല് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളണ്ടി. ഹോം മെയ്ഡാണ്, യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയതാണ്. പിന്നെ ചിക്കൻ കറിൻ്റെ റെസിപ്പി കാണിക്കാനൊന്നുമില്ല കേട്ടോ. സാധാ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിക്കന് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് കറി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി തീ ഇങ്ങനെ ഇടയ്ക്ക് കത്തിച്ച് കൊടുത്താൽ മതി. പിന്നെ നെയ്ച്ചോറും അല്ല ഉണ്ടാക്കുന്നത്, നെയ്ച്ചോറ് എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ കറി വെന്തിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ അതിന് കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓളെ വയറ് നിറഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. ഓളം വെച്ച് ഇനിയിപ്പോൾ എപ്പോഴാണ് വരികയെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഉച്ചയാവും വരണമെങ്കിൽ, ഇന്ന് കുറച്ച് അധികം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കുട്ടികളൊന്നും എന്താ കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിന്. അപ്പോൾ ഇന്നലെ എന്താ കാണിക്കാഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്നലെ 1 മണിക്കാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണതും വോയിസ് കൊടുക്കണതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ 2 മണിക്ക് വീഡിയോ ഇടുന്നതാണ് ഞാൻ. 1 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് എല്ലാ പരിപാടിയും തീർത്തത്. അപ്പോൾ ഞാൻ ചുരുക്കിയൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെയൊന്നും ഞാൻ കാണിക്കാതിരുന്നത്. പിന്നെ ഉമ്മാനെ എന്താ കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേന്. ഉമ്മാനിപ്പോൾ ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഉമ്മ എന്നുള്ള നിസ്കാരക്കുപ്പായൊക്കെ എടുത്തിട്ട് അലക്കാൻ പോയിട്ടുണ്ട്. ഉമ്മ ആകെ നനഞ്ഞിക്കണം കേട്ടോ. അപ്പം ഉമ്മാനെ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഉമ്മാനോട് നിങ്ങൾ അലക്കണ്ട അവിടെ വെച്ചാൽ ഞാൻ അലക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഉമ്മ കേൾക്കൂല. ഉമ്മ അതൊക്കെ എടുത്തുകൊണ്ടാണ്ട് ഒക്കെ അലക്കണുണ്ട്. കുട്ടികളതും എൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ നിസ്കാരക്കുപ്പായം. അതേപോലെ ബാബുവിൻ്റെ വെള്ളത്തുണികളൊക്കെ അലമാരിയിൽ നിന്നൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെ അലക്കിയിട്ടിനി ഇപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ബാബു കൊടുക്കൂലല്ലോ, പള്ളിക്കൊക്കെ പോകുമ്പോൾ എടുക്കുന്ന തുണികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടാണ്ട് സോപ്പും പൊടിയിലൊക്കെ ഇട്ടാണ്ട് നല്ല അലക്കല്ലാണ് കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ വിശന്നിട്ടുണ്ടായിനി. ഇന്നിപ്പോൾ കഞ്ഞിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ പഴുത്ത കറുത്തുണ്ടായിനി, പപ്പായ ഉണ്ടല്ലോ അത് കേട്ടോ. ഇത് നല്ല മധുരമാണ്. പിന്നെ ജ്യൂസ് അടിച്ചാൽ മതി. ഇപ്പോൾ ജ്യൂസ് അടിച്ചാൽ എനിക്ക് തന്നെ സൗണ്ടില്ല, ഞാൻ തന്നെ കുടിക്കും 2 ഗ്ലാസ്സൊക്കെ. അപ്പോൾ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ തണുപ്പോട് കൂടിയിട്ട് കുടിക്കണമല്ലേ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ പറ്റാത്തതുകൊണ്ട് ഞാൻ ജ്യൂസ് അടിച്ചില്ല കേട്ടോ. ഇങ്ങനെ തന്നെ പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുറിച്ച് കൊടുത്ത്, അപ്പോൾ ഒരിക്കൽ എങ്ങനെ കൊടുത്താലും ഒരു കഴിക്കും. നല്ല മധുരമുണ്ടത്. പിന്നെ രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ദോശയും ചട്നിയൊക്കെ ബാക്കി ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെ ഓരോ വിശപ്പടക്കിയിട്ട് പിന്നെ നമ്മൾ പണിയെടുക്കാനൊക്കെ നിൽക്കണത് കേട്ടോ. അതുപോലെ തന്നെ ഉമ്മ അലക്കുന്നിടത്തേക്ക് ഉമ്മാക്കും ഒരു കഷ്ണം കൊണ്ടേ കൊടുത്തു, ഞാനും ഒരു കഷ്ണം കഴിച്ചു. അപ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിനി പപ്പായ. പിന്നെ നമ്മൾ ഐഫക്കുട്ടിനെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിനി കേട്ടോ. ഐഫക്കുട്ടി ഇവിടെ അല്ലേ, ഇനി ഐഫക്കുട്ടി 2 ദിവസമായി കേട്ടോ സ്കൂളിൽ പോയിട്ട് വിരുന്ന് പോയതേനി. സ്കൂൾക്ക് ക്യാമ്പ് ഉണ്ടായിനി സ്കൂളിൽ കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിക്കണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വേവാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള അരിയൊക്കെ എടുത്ത് കഴുകിയൊക്കെ റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മളെ ദുൽഹാൻ എന്നുള്ള അരി ഉണ്ടല്ലോ, നമ്മൾ ബിരിയാണി ഉണ്ടാക്കണേ, ആ ഒരു അരി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. നല്ല അരിയാണ് കേട്ടോ അത് നെയ്ച്ചോറ് ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഇത് 1 കിലോന് അരിയാണ് കേട്ടോ. 1 കിലോന് അരി ആകുമ്പോൾ നമ്മളിങ്ങനെ കപ്പിന് അളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 250 ml കപ്പല്ലേ. അപ്പോൾ ഇതിങ്ങനെ കപ്പിന് അളക്കുമ്പോൾ ഒരു 5 കപ്പിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ നാഴിയിലൊക്കെ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാഴിയാണ്, 4 നാഴിയല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നെയ്ച്ചോർക്ക് വെള്ളം എടുക്കുമ്പം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അളന്നൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊരു 5 കപ്പിൻ്റെ അടുത്തുണ്ടായിന് കേട്ടോ അരി. അങ്ങനെ അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചു. പിന്നെ അതിലേക്കുള്ള സവാള, അതേപോലെ ഒരു ക്യാരറ്റൊക്കെ എടുത്തിട്ട് അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഏലക്കായും കറാമ്പൂവും പട്ടയും ഒക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അതാ ചിക്കൻ കറി ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു, അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഡാൽഡയിലാണ് കേട്ടോ. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണില്ല, നല്ല നെയ്യുമില്ല, അതേപോലെ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഒരു 2-3 പാക്കറ്റിലുണ്ട് കേട്ടോ ഈ ഒരു ഡാൽഡ. ഇത് നമ്മൾ കാറ്ററിങ്ങിനൊക്കെ കൊണ്ടുവരുമ്പോൾ പിന്നെ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഓരോ ചെറിയ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കും. അപ്പോൾ എന്നാൽ അത് ആണ് തീരും ചെയ്യും, നമുക്ക് നെയ്ച്ചോറ് ഇതിൽ ഉണ്ടാക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. അതിലേക്കുള്ള സവാളയും അതേപോലെ പിന്നെ ഏലക്കായും കറാമ്പൂവും പട്ടയൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തു, അണ്ടിപ്പരിപ്പില്ലേനും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ കുറച്ച് അതിന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്കുള്ള വെള്ളം ഞാൻ കറണ്ട് അടുപ്പുമ്പിൽ തിളപ്പിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഒരു 5 കപ്പോളം അരി കഴിഞ്ഞിട്ടുണ്ടായിനി. ഇത് 5 കപ്പ് മുഴുവനില്ല, എന്നാലും ഏകദേശം ഒരു 5 കപ്പിൻ്റെ അടുത്തുണ്ടായിനി. അപ്പോൾ 10 കപ്പ് വെള്ളം ഞാൻ കറണ്ട് അടുപ്പുമ്പോൾ വെച്ച് തിളപ്പിച്ച് അതിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ക്യാരറ്റ് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്ത് അരി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ടിട്ട് അവിടെ അടുപ്പത്ത് തന്നെ വേവിച്ചെടുക്കുക. വെള്ളം താകണോട് കൂടിയിട്ട് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയൊക്കെ അകത്തേക്ക് എടുത്തുകൊണ്ട് വന്നു. ചിക്കൻ കറി കണ്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ
നെയ്ച്ചോറ് വെള്ളം വറ്റിയപ്പം അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിനി. ഇനി അതൊന്ന് ഇളക്കി നോക്കാണ് കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ മുഴുവൻ വെള്ളം വറ്റാതെ ഇങ്ങനെ വെള്ളം വറ്റണോട് കൂടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് നല്ലോണം വേവിട്ട് നമ്മൾ വെള്ളമൊക്കെ അളന്നല്ലേ ചേർത്ത് കൊടുത്തിക്കണത്. അപ്പം പിന്നെ ചോറൊക്കെ വേവും. പിന്നെ അതേപോലെ തന്നെ നല്ല നെയ്ച്ചോറായിട്ട് കിട്ടും കേട്ടോ. ഒരു ചോറ് ഒന്നുമ്മ തൊടാതെ ഒരു വറ്റ് ഒന്നുമ്മ തൊടാതെ അങ്ങനെ നിൽക്കൂലേ, ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ നല്ല നെയ്ച്ചോറായിട്ട് കിട്ടും. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയൊക്കെ വറുത്തതൊക്കെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇളക്കി കൊടുത്ത് ഇനി ഇതാ അടച്ച് വെച്ചിട്ടൊരു വെയിറ്റും അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മക്ക് അലക്കാൻ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഒരുപാടുണ്ടായിനി തുണികൾ അലക്കാൻ, കുട്ടികളിട്ട ഡ്രസ്സും അതേപോലെ നിസ്കാരക്കുപ്പായൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഉമ്മാനെ ഒറ്റക്കാക്കി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം ഉമ്മാൻ്റെ കൂടെ അലക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടത്, അന്നത്തെ വീഡിയോ. പിന്നെ അങ്ങനെ സമയം ഒരുപാടായി, അപ്പോൾ ഫുഡ് കഴിക്കണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഉച്ച കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ അരിയൊക്കെ ഉണക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അരിയൊക്കെ ഉണക്കി പിന്നെ അതൊക്കെ ചേറി അതിൻ്റെ നെല്ലും കല്ലും ഒക്കെ പെറുക്കിയൊക്കെ വൃത്തിയാക്കി. പിന്നെ അതേപോലെ തന്നെ മല്ലി രാവിലെ വറുത്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ചിഞ്ചുമോള് പൊടിച്ച് കൊണ്ടുവന്നേരാന്ന് പറഞ്ഞു. അപ്പോൾ നാത്തൂൻ്റെ വണ്ടി ഉണ്ടായിന് ഇവിടെ വീട്ടിൽ. അപ്പോൾ അതിന്മേൽ ചിഞ്ചും റിച്ചും പോയിട്ട് പിന്നെ അരിയൊക്കെ പൊടിച്ചുകൊണ്ടിരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റുള്ളൂ കേട്ടോ നമ്മളെ അരി പൊടിക്കണ വില്ലേക്ക്, ഒരുപാട് ദൂരമൊന്നുമില്ല. പിന്നെ നമ്മളെ വീട്ടിൽ ഇപ്പച്ചില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണ്ടേ. പിന്നെ ചിഞ്ചുമോള് വണ്ടി നന്നായിട്ട് ഓട്ടും കേട്ടോ. പിന്നെ 18 വയസ്സായും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൈസൻസ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടാവും. പിന്നെ അധികം ദൂരത്തേക്കൊന്നും ഞാൻ വണ്ടിമേലൊന്നും അങ്ങനെ വിടും ചെയ്യൂല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 5 മിനിറ്റേ ഉള്ളൂ. പിന്നെ നമ്മളെ അരി പൊടിക്കണ വില്ലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല. പിന്നെ ഓള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ പറയട്ടോ സ്പീഡിൽ പോകരുതിട്ടോ ചിഞ്ചോ, എന്നുവെച്ച് ഞാൻ അങ്ങനെ സ്പീഡിലൊന്നും പോകില്ല എന്ന് പറയും. സ്പീഡിൽ പോകില്ല കേട്ടോ, ഞാൻ കാണുന്നതല്ലേ. അപ്പം അങ്ങനെ നമ്മളൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ കുട്ടികളെ നമുക്ക്, അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ പറഞ്ഞയക്കണതാണ് കേട്ടോ. പറഞ്ഞയക്കാനൊക്കെ പറഞ്ഞയക്കും. പിന്നെ വരുവോളം മനസ്സിക്കൊരു ആദ്യക്കാരം. പിന്നെ അതേപോലെ ഇല്ല സ്ഥലത്തും ദിക്കറൊക്കെ ചെല്ലും ചെയ്യും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ പൊടിച്ചോള് വന്നിട്ടുണ്ട്, അരിയും പൊടിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ മല്ലി മുളക് ഒക്കെ പൊടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ അരി കഴുകി ഉണക്കണ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അതിൽ കമൻ്റ് ഉണ്ടായിനും, ചില ആൾക്കാരൊന്നും അരി കഴുകി പിന്നെ ഉണക്കലില്ല, അങ്ങനെ തന്നെ പൊടിച്ചിട്ട് വറുക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളവിടെ എങ്ങനെയാണ് കേട്ടോ അരി പൊടിപ്പിക്കൽ, പച്ചരി കഴുകി ഉണക്കിയിട്ട് പൊടിച്ചു കൊണ്ടുവരും. പിന്നെ നമ്മൾ വറുക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടി കൊണ്ട് തന്നെയാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കലും അതേപോലെ നൂൽപുട്ട് ഉണ്ടാക്കലൊക്കെ ഈ ഒരു അരിപ്പൊടി കൊണ്ട് തന്നെയാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവലില്ല. പിന്നെ വറുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ പാക്കറ്റ് പൊടി വാങ്ങിയിട്ട് അങ്ങനെ യൂസ് ചെയ്യും. അതിലേറെയൊക്കെ എത്രയോ നല്ലതാണ്. നമുക്ക് കഴുകി ഉണക്കാനൊക്കെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൈ കൊണ്ട് തന്നെ നമ്മൾ അരിയൊക്കെ വാങ്ങിച്ചിട്ട് അരിയൊക്കെ കഴുകി ഉണക്കി പൊടിച്ച് അതുകൊണ്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു മായോ ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് കഴിക്കാമല്ലോ. പിന്നെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവും. കാരണം അവർക്ക് ഇത് ഉണക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളെപ്പോലെ ഈ ഒരു നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ സുഖമാണല്ലേ. എന്നാലും ചില ആൾക്കാർക്കൊക്കെ മടിയാവൂലേ, പിന്നെ കഴുകി ഉണക്കിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയെടുക്കണ്ടേ നമ്മൾ. അതേപോലെ തന്നെ മല്ലി മുളകൊക്കെ പാക്കറ്റ് പൊടി വാങ്ങിക്കുന്ന ആൾക്കാരേക്കാരം അധികം. അതിലും ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ മായൊക്കെ ചേർക്കുന്നുണ്ടാവും. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പാക്കറ്റ് പൊടിയിലൊക്കെ പിന്നെ നല്ല ചുമപ്പേക്കാരം മുളക് പൊടിക്കൊക്കെ അല്ലേ. അതേപോലെ മഞ്ഞൾപ്പൊടിക്ക് പിന്നെ ഒരു വേറെ കളറേക്കാരം, വേറെ മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മഞ്ഞൾ പൊടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ചത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് തീർന്നിട്ട് വാങ്ങിയിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മഞ്ഞളും ഞാൻ അതേപോലെ തന്നെ വാങ്ങിയാണ്ട് പൊടിക്കലാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ അടുത്തൊരു ചേച്ചി ഉണ്ട്, ചേച്ചി മഞ്ഞളൊക്കെ കൃഷി ചെയ്യും കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ അതിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ ഞാൻ പൊടിച്ചേക്കേനി. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം നമ്മളെ തൊടിയിൽ ഞാൻ ഉണ്ടാക്കിയ മഞ്ഞൾ തന്നെ ഉണ്ടായിനി. ഇപ്പോൾ എൻ്റെ അടുത്തുനിന്ന് മഞ്ഞളിൻ്റെ വിത്തൊക്കെ നഷ്ടപ്പെട്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ മഞ്ഞളൊക്കെ കൃഷി ചെയ്യണം. ഇപ്പോൾ ഇതിനൊന്നിനും സമയം കിട്ടണില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മല്ലിയും പിന്നെ അതേപോലെ മുളകൊക്കെ വാങ്ങിക്കുമ്പോൾ 2 കിലോനൊക്കെ വാങ്ങിച്ചിട്ട് പൊടിച്ചൂടെ, എന്നാൽ എപ്പോഴും ഇതിൽ നിൽക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഓരോ കിലോനൊക്കെ തന്നെയാണ് കേട്ടോ വാങ്ങി പൊടിക്കൽ. കുറേ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമ്മൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കിട്ടുന്ന സാധനങ്ങളല്ലേ. പിന്നെ അതേപോലെ തന്നെ പിന്നെ പൊടിക്കാനാണെങ്കിലോ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മളവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ കിലോനൊക്കെ തന്നെയാണ് വാങ്ങിച്ചിട്ട് പൊടിക്കൽ. അപ്പോൾ നമ്മൾ മുളകൊക്കെ കഴുകി പൊടിച്ചതുകൊണ്ട് കണ്ടില്ലേ നല്ല ചുമന്ന നിറമുണ്ട് കേട്ടോ മുളക്.
ഇപ്രാവശ്യം നമ്മളിതിൻ്റെ കൂടെ കാശ്മീരി മുളകൊന്നും ചേർത്തിട്ടില്ല. എല്ലാ കുറിയും ഞാൻ 1 കിലോ പിന്നെ മുളകും വാങ്ങും, പിന്നെ ഒരു 1/4 കിലോനോ അല്ലെങ്കിൽ ഒരു 200 കാശ്മീരി മുളകും വാങ്ങിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പൊടിക്കും. അപ്പോൾ നല്ല കളറുണ്ടാവും. അപ്പോൾ അരി പൊടിക്കലും മുളക് പൊടിക്കലും മല്ലി പൊടിക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെ ബോട്ടിലൊക്കെ ഫില്ലാക്കണം കേട്ടോ. ഒക്കെ ഇപ്പോൾ കാലിയായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ നോമ്പാകുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുക്കി വെക്കുന്നുണ്ട്. അതിലേറെ ഏറ്റവും പിന്നെ വേണ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ മനസ്സും ശരീരമൊക്കെ ശുദ്ധിയാക്കണം. നമുക്ക് ആരോടെങ്കിലും വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യന്മാരല്ലേ, പറയാൻ പറ്റില്ലല്ലോ അല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ വാക്കുകൊണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ ചോദിച്ചിട്ട് മനസ്സും ഒക്കെ ക്ലിയർ ആക്കണം. നമ്മൾ റമദാൻ മാസം നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും നമുക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമല്ലേ. അപ്പോൾ നമ്മൾ ആരോടും ദേഷ്യവും കുശുമ്പും കുന്നായ്മയും ഒന്നും മനസ്സിൽ വെക്കാതെ നമ്മളെ മനസ്സൊക്കെ ക്ലിയർ ആക്കി കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ പറ്റട്ടെ. അതേപോലെ തന്നെ നോമ്പൊക്കെ നമുക്ക് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് തന്നെ നോക്കാനും പറ്റട്ടെ. പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.